ഇതെല്ലാവർക്കും ഉള്ള കാപ്പിക്കപ്പല്ല. ടോക്സിക് കണ്ടു, സിനിമ കണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ പറഞ്ഞു എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല. പിന്നെ ഈ സിനിമ ഒരു കോപ്പിയുടെ ആണോ ഇൻസ്പയർഡ് ആണോ എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. നമുക്ക് ഒരു സ്റ്റോറി ഉണ്ട് അതിനകത്ത്, അത് നമുക്ക് നോക്കാം. സിനിമ ടോക്സിക് ആണോ? സിനിമ ടോക്സിക് ആണെന്ന് വെച്ചാൽ കാണേണ്ട ഒരു പടമാണ്, നല്ലൊരു പടം എന്ന് വെച്ചാൽ നമുക്ക് ഗൂസ് ബംസ് നൽകുന്ന ഒരു പടമാണെന്ന് പറയാൻ പറ്റില്ല. KGF പ്രതീക്ഷിച്ച് പോയവരെല്ലാം ആ ഒരു ഫീല് കിട്ടാതെ ഇറങ്ങി വരും. ചിലപ്പോൾ അവർക്ക് അതൊരു ആ ഫീലിനാണ് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സാധനത്തിനാണ് പോകുന്നതെങ്കിൽ കിട്ടത്തില്ല. പക്ഷെ വേറൊരു ശൈലിയിലുള്ള ഒരു കിക്ക് കിട്ടുന്ന ഒരു സൂപ്പർ പടം തന്നെയാണ് ടോക്സിക് എന്നുള്ളത്. ഗീതു മോഹൻദാസും യാഷും അത് വളരെ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ KGF-ന്റെ ആ സ്ട്രിങ് കട്ട് ചെയ്ത് വേറൊരു പാത്തിലോട്ട് പുള്ളിയുടെ ക്യാരക്ടറൈസേഷൻ മാറ്റാനുള്ള രീതിയിൽ. പിന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒപ്പേറ ട്രീറ്റ്മെന്റ് ആണ്, ഒരു സംഗീത നാടകാവിഷ്കാരം പോലെ. ഓക്കെ, അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല കാരണം സ്പോയിലേഴ്സ് ആവും. ഇതിന്റെ ഒരു ടോൺ എന്ന് പറയുന്നത് ഡാർക്കിഷ് വയലന്റ് ടോണാണ്. അതിന്റെ എല്ലാം നമുക്ക് ഊഹിക്കാന്നുള്ള രീതിയിലുള്ള ടോണാണ്. നമ്മൾ KGF-ലൊക്കെ കണ്ടേക്കുന്ന ഒരു ടോൺ തന്നെയാണ്. അതിമാസ്മരിക ആക്ഷൻ ഉണ്ട് ഇതിനകത്ത്, ആക്ഷൻ ഉണ്ട്, ത്രില്ലിംഗ് ആയിട്ടുള്ള അതിസങ്കീർണമായ രീതിയിലുള്ള വയലൻസ് ഉള്ള ആക്ഷൻ രംഗങ്ങൾ ഒരുപാടുണ്ട്. ഗീതു മോഹൻദാസിന്റെ ഫെമിനിസത്തെ കുറിച്ചുള്ള അഭിപ്രായം? ഗീതു മോഹൻദാസിന്റെ ഫെമിനിസം ഇതിനകത്ത് ചുരുക്കി പറയുകയാണെങ്കിൽ, ഇപ്പൊ ഇതിനകത്ത് ഞാൻ പറയുവാണെങ്കിൽ സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കുന്നു എന്നുള്ളൊരു സാഹചര്യം ഇവിടെയുണ്ട്. സ്ത്രീകളാണ് കിങ് മേക്കേഴ്സ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ശൈലി പറഞ്ഞു വെച്ചിട്ട്, അതായത് നമ്മൾ എപ്പോഴും കേട്ടേക്കുന്ന എല്ലാ പുരുഷന്മാരുടെയും വിജയത്തിന്റെ ആയാലും പരാജയത്തിന്റെ പുറകില് ഒരു സ്ത്രീ ഉണ്ടാകാം, അത് നാശത്തിലേക്കായാലും ഉയർച്ചയിലേക്കായാലും. പക്ഷെ ഞാൻ അതിനോട് വ്യക്തിപരമായിട്ട് യോജിക്കുന്നില്ല. ബാക്കി അതിനോട് യോജിക്കുന്നവരുണ്ടാവാം, ഇല്ലായിരിക്കും. പക്ഷെ എല്ലാ മനുഷ്യരും പരസ്പര പൂരകങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നന്മയാൽ ഓരോ പരസ്പരം വളർച്ചയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹനം നൽകി മുന്നോട്ട് പോകേണ്ടതാണ്. അപ്പൊ അതിനകത്ത് ഇന്ന ആൾക്കാർ പിന്നിലോ ഇന്ന ആൾക്കാർ മുമ്പിലെന്നോ എന്നുള്ളൊരു ആശയത്തോട് ഞാൻ യോജിക്കുന്നില്ല. ഓക്കെ, ഫൈൻ. അപ്പൊ ഇങ്ങനെ ഒരു എലമെന്റ് അതിനകത്തുണ്ട്, അതും കൂടെ ഒന്ന് പറഞ്ഞു വെക്കണമല്ലോ സ്വാഭാവികമായിട്ടും. പിന്നെ ടോട്ടലായിട്ട് സിനിമയെ കുറിച്ച് പറയുവാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇഷ്ടപ്പെട്ടോ? അല്ല, പടം തീർച്ചയായിട്ടും നമ്മള് പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് വരെ ഒരു വേറെ മൂടി പോയി കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ ലെവലിലോട്ട് വരുവാണ്. എന്തെങ്കിലുമൊക്കെ ഇൻസ്പിറേഷൻ എവിടെ നിന്നെങ്കിലൊക്കെ എടുത്തിട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഇപ്പം ജോക്കറിലോട്ട് എനിക്ക് എന്താ പറയുക ഒരു ഇൻസ്പിറേഷൻ ജോക്കറിന്റെ ക്യാരക്ടറിക്സ് ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, ടോട്ടൽ അതായത് ഇതിനകത്ത് യാഷ് ഡബിൾ റോളിലാണെന്ന് പറയുന്നവർ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ ഒരു രീതിയിൽ വരുമ്പോൾ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു കഴിയുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ജോക്കറിന്റെ ഇൻസ്പിറേഷൻ തീർച്ചയായിട്ടും ആ ഡബിൾ റോളിൽ ഒരു സർപ്രൈസ് ഉണ്ട്. തീർച്ചയായിട്ടും അതിലൊരു സർപ്രൈസ് ഉണ്ട്. അത് ക്ലൈമാക്സിലെ മനസ്സിലാവുള്ളൂ. ആ ക്ലൈമാക്സിൽ നമ്മൾ മറ്റൊരു തമിഴ് സിനിമയായിട്ട് ഒരു ചെറിയ സമയം തോന്നും. അതൊരു സിനിമയുടെ പേര് ഇപ്പൊ പറയാം, അത് പറഞ്ഞു കഴിഞ്ഞാൽ കഥയുടെ ഒരു ക്ലൈമാക്സിന്റെ കാര്യത്തിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് വിട്ടു പറയുന്നില്ല, സ്പോയിലർ ആവും. അപ്പൊ അതിനെ കുറിച്ച് പറയുന്നില്ല. പിന്നെ ടോട്ടലായിട്ട് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇൻസ്പിറേഷൻ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ ഇതിനകത്ത് യാഷ്, നിങ്ങൾ ട്രെയിലറൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഒരു സിവിലൈസ്ഡ് ആയിട്ട് എന്നെ കണ്ടിട്ട് തോന്നുന്നുണ്ടോ എന്ന് യാഷ് ചോദിക്കുന്ന ഒരു ഇതൊരു സിവിലൈസ്ഡ് സിനിമയല്ല. അതുകൊണ്ടാണ് A സർട്ടിഫിക്കറ്റ് ആണ് സിനിമയ്ക്ക് ഉള്ളത്. ഫാമിലി ആയിട്ട് കാണാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന പടം അല്ല, ഒരിക്കലും റെക്കമെൻഡ് ചെയ്തില്ല. അത് തിയേറ്ററിൽ നമ്മൾ പടം കാണാൻ ഇരുന്നപ്പോ തന്നെ ആരോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ഇതൊരു ഏപ്പടവാടേ എന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പല അർത്ഥത്തിലും ഏപ്പടാണ്. നമ്മൾ അതിനെക്കുറിച്ചും പറയുന്നില്ല. നിങ്ങൾ സിനിമ കാണേണ്ടവരാണ്. ഇഷ്ടപ്പെടുന്ന സിനിമ ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് പോലിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. കാരണം നമുക്ക് ഒരു അഡ്രിനാലിൻ റഷ് സിനിമ കഴിഞ്ഞ് ഇറങ്ങി കഴിയുമ്പോൾ കിട്ടത്തില്ല. പക്ഷെ സിനിമയുടെ മധ്യഭാഗങ്ങളിലും പല സന്ദർഭത്തിലും നമുക്ക് ആ ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അഡ്രിനാലിൻ റഷ് ഇല്ല. ഫസ്റ്റ് ഹാഫിനേക്കാളും കുറച്ചും കൂടെ ഒരു ഗുംസ് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫിലാണ്. തീർച്ചയായിട്ടും ക്ലൈമാക്സിലുണ്ട്. പിന്നെ വേറൊരു പോരായ്മയുണ്ട് കേട്ടോ, നീ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല. നമ്മൾ ഈ പടത്തിന്റെ ഒറിജിനൽ ലാംഗ്വേജ് എന്നുള്ളത് ഏതാ? കന്നഡയാണ്. ഓക്കെ, പക്ഷെ ഇത് മലയാളത്തിലോട്ട് ഡബ് ചെയ്ത് വരുമ്പോൾ കന്നഡയിൽ ഉപയോഗിക്കപ്പെടുന്ന വാക്കുകൾ നമ്മൾ മലയാളത്തിലോട്ട് വരുമ്പോൾ നമുക്കത് ഏച്ച് കിട്ടിയതുപോലെ ഇമോഷണലി കണക്ട് ആവുമല്ലോ. എക്സാക്ട്ലി. ആ സമയത്ത് നമുക്കൊരു അല്പം ഒരു അരോചകത്വം ഫീൽ ചെയ്തിട്ടുണ്ട്. പല ഇമോഷണൽ കണക്ട് ആവേണ്ട സീനുകളിൽ അത് വരുമ്പോൾ, അതായത് ആ ഫിലിമിന്റെ മെയിൻ ത്രെഡ് ആണ്, അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ് ആണ് ആ ഡയലോഗും ആ ഒരു സംഭാഷണ ശകലങ്ങളൊക്കെ. പിന്നെ ഡയലോഗുകളൊക്കെ ആണെങ്കിലും
എന്താ പറയുക, ചിലപ്പോൾ അത് മലയാളത്തിലേക്ക് മാറ്റി എഴുതിയതിന്റെ പ്രശ്നമാണോന്ന് അറിയത്തില്ല. എന്തൊക്കെയൊരു വല്ലായിക ഏച്ചുകെട്ടൽ പോലെ അല്ലേ? അങ്ങനെ അത് മലയാളത്തിൽ നമ്മുടെ മലയാളം ഒരു കുറെ രീതിയിൽ ക്രിസ്പാണ്. അതിന്റെ കുഴപ്പമായിരിക്കാം. വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ തമിഴിൽ കണ്ടു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വ്യത്യാസമാണ്. കന്നഡ മനസ്സിലാവുകയല്ലാഞ്ഞിട്ടല്ല, കന്നഡ തമിഴ് പോലെ മലയാളം പോലെ അത്ര ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുക എനിക്ക് ഒട്ടും മനസ്സിലാകത്തില്ല. ഓക്കെ, അപ്പൊ പിന്നെ നമുക്ക് തമിഴ് കണ്ടു നോക്കാൻ വേണമല്ലോ. അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാൻ വേണം. അപ്പം ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ടും പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഗീതു മോഹൻദാസിന്റെ ഡയറക്ഷൻ ഒരു രക്ഷയില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. ഭർത്താവായിട്ടുള്ള രാജീവ് രവി അല്ലേ, പുള്ളിയാണ് ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി. രാജീവ് രവി തന്നെയല്ലേ? പുള്ളിക്കാരൻ തന്നെ കെട്ടിയവനും കെട്ടിയോളും കൂടെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. യാഷിൻ ഇതിനകത്ത് സ്ക്രിപ്റ്റിൽ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. യാഷനെയാണ് പ്രൊഡക്ഷനും കോ പ്രൊഡ്യൂസറും യാഷ് തന്നെയാണ്. അപ്പൊ അതിന് അത്യാവശ്യം നന്നായിട്ട് ഈ സിനിമ അത്യാവശ്യം ടൈം എടുത്ത് ചെയ്തേക്കുന്നതിന്റെ ഒരു ക്വാളിറ്റി ഗ്രാഫിക്സിലും ഉണ്ട്, അത്യാവശ്യം എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. ഇതിനിടയ്ക്ക് എപ്പോഴോ ഒരു സിനിമ ഇതിന്റെ പ്രിവ്യൂ കാണിച്ചു കഴിഞ്ഞ് യാഷ് ഇഷ്ടപ്പെടാഞ്ഞിട്ട് വീണ്ടും ഇത് റീവർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. അത് സത്യമാണോ യാഥാർത്ഥ്യമാണോ എന്നുള്ളത് അറിയത്തില്ല. ആ സമയത്ത് ഗീതുമോഹൻ ഇത് കുറെ വിവാദങ്ങളും അടക്കം ഗീതു മോഹൻദാസിനെതിരെ വന്നിട്ടുള്ള ട്രെയിലറും ഇതൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മളെന്തായാലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ? നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു ജസ്റ്റ് ഒരു ബേസിക് അല്ലെങ്കിൽ ഒരു എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞ സംഭവം. അതെ, തീർച്ചയായിട്ടും. അതായത് ബൈബിളിൽ കഥ എവിടുന്ന് വന്നാന്നുള്ളത്. ബൈബിളിലെ പഴയ നിയമത്തിലെ ഡാനിയലിന്റെ പുസ്തകം 4-ാം അധ്യായം നെബൂഖദ്നേസർ, ബാബിലോൺ രാജാവായിട്ടുള്ള നെബൂഖദ്നേസറിന്റെ കഥയുണ്ട്. അതായത് അദ്ദേഹം എല്ലാ പ്രൗഢിയോടുകൂടിയും എല്ലാ യുദ്ധവിജയങ്ങൾക്ക് ശേഷം നിൽക്കുമ്പോൾ ഡാനിയൽ പ്രവാചകൻ പറയുന്നു, ഒരു 7 വർഷത്തേക്ക് ഒരു വന്യമൃഗത്തെ പോലെ കാട്ടിൽ അലയപ്പെടും അല്ലേ? തീർച്ചയായിട്ടും. അതായത് പുള്ളി ഒരു മതിഭ്രമം ബാധിച്ച ഒരു വ്യക്തിനെ പോലെ ആയി തീരുക. അതായത് പുള്ളിയുടെ ബുദ്ധിയും നീതിയും ന്യായവും കോമൺ സെൻസ് ഇതെല്ലാം നഷ്ടപ്പെട്ട് മൃഗതുല്യനായി മാറുന്നത്. അതാണ് നേരത്തെ പുല്ല് തിന്നും, കാളയെ പോലെ പുല്ല് തിന്നും, നിന്റെ നഖങ്ങളെല്ലാം പക്ഷികളെ പോലെ വളരും എന്നൊക്കെയാണ് അതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. അതായത് ഇത്രേ ഉള്ളൂ, ഇത് ലിറ്ററലി അയാൾ ഒരു മൃഗമായി മാറിയെന്നല്ല, അദ്ദേഹത്തിന് മതിഭ്രമം അല്ലെങ്കിൽ ഭ്രാന്ത് ഒക്കെ വന്നു എന്നായിരിക്കും അതിൻ്റെ ഉദ്ദേശിക്കുന്നത്. സിവിലൈസ്ഡ് ആയിട്ടുള്ള മാൻ എന്ന് പറയുമ്പോൾ മനുഷ്യൻ സിവിലൈസ്ഡ് എന്നുള്ള ആ സംഭവം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആധുനികമായിട്ടൊരു ജൈവപരമായിട്ടൊരു മൃഗമാണ്. തീർച്ചയായിട്ടും ഈ സിനിമയും ഫുള്ളായിട്ട് കാണിക്കുന്നതും മൃഗീയതയ്ക്കാണ്, ആ വയലൻസിനാണ് അതിന്റെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം. വയലൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലുള്ള വയലൻസ് അല്ല, ജൈവപരമായിട്ടുള്ള ചേതന അല്ലേ? അങ്ങനെയാണ് കടിച്ചപ്പെട്ടാതെ വാക്കൊന്നും പറയാതെ. അപ്പൊ ഇതിന്റെ ഇൻസ്പിറേഷൻ എന്ന് വന്നേക്കുന്നത് ചിലപ്പോ സാമ്യം തോന്നുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കണ്ടോണ്ടിരിക്കുമ്പോഴെല്ലാം ചർച്ച ചെയ്യും. പ്രത്യേകിച്ച് ക്ലൈമാക്സിൽ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തത് ഈ കഥയാണ്. തീർച്ചയായിട്ടും. ഇത്രയൊക്കെ ഉള്ളൂ, സിനിമ കാണാം തീർച്ചയായിട്ടും. ഇല്ല, അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ പേഴ്സണലായിട്ട് തോന്നുന്നൊരു കാര്യമാണ്, ഈ ഇന്റിമേറ്റ് സീനുകൾ കുറച്ചൊന്ന് ഒഴിവാക്കുമായിരുന്നെങ്കിൽ കുറെ കൂടി നമ്മൾ നായക കഥാപാത്രത്തിന്റെ ഒരു ക്യാരക്ടറുമായിട്ട് കുറച്ചും കൂടെ കണക്ട് ആവൂലായിരുന്നു. കുറച്ചും കൂടെ കണക്ട് ആയേനെ. ഓക്കെ, പക്ഷെ അതിനകത്ത് ഞാൻ ഇപ്പൊ തന്നെ ചിന്തിക്കുന്ന വേറൊരു കാര്യമുണ്ട്. ഈ മൃഗീയത ടോക്സിക് കാണിക്കുമ്പോൾ ഇതെല്ലാം ഉൾപ്പെടും. പക്ഷെ ഒരു ടോക്സിക്കാലിറ്റി എന്ന് പറയുമ്പോൾ കള്ളു പിടിക്കുക, പെണ്ണ് പിടിക്കുക എന്നുള്ളത് മാത്രം ഒരു ടോക്സിക്കാലിറ്റി ആയിട്ട് കാണിക്കുക എന്നുള്ളതും വയലൻസും ഓക്കെ, അതാണ് ഒരു പുരുഷനുള്ള ടോക്സിക്കാലിറ്റി എന്ന് പറയുന്നത് അത്രമാത്രം ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. നമുക്ക് എന്തായാലും ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആണ് സിനിമ. തീർച്ചയായും ഒരുപാട് എലമെന്റ്സ് ഈ സിനിമ നമുക്ക് ഇട്ടുതരുന്നുണ്ട്. അതിന്റെ കൂടെ എപ്പോഴും പറയുന്ന ആദ്യം തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടേണ്ട സിനിമയാണെന്ന് തോന്നുന്നില്ല, എല്ലാവരുടെയും കപ്പല്ല. അപ്പൊ അത് മനസ്സ് വെച്ചുകൊണ്ട് പോവുക. അമിതമായിട്ടുള്ള ഒരു KGF ലെവലിലുള്ള സിനിമ എന്നുള്ള പ്രതീക്ഷിച്ചുകൊണ്ട് പോകരുത്. ക്ലാസിക്കാണ്, ഒരു കൾട്ട് പടമായിട്ട് മാറാൻ പറ്റുന്ന ഒരു രീതിയാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആ രീതിയിൽ ഒരു ക്ലാസിക് ആയിട്ട് നമ്മൾ എന്താണ് കാണുന്ന രീതിയിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി യുവർ കപ്പ് ഓഫ് കോഫി. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക. കണ്ടിരിക്കാൻ ആക്ഷൻ പ്രേമികൾക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റുന്ന ഒട്ടനവധി ത്രസിപ്പിക്കുന്ന ആക്ഷൻ രംഗങ്ങളുണ്ട്. ആ കൈവെട്ടുന്നതും തലവെട്ടുന്നതും ഒക്കെ കുറേ സീനുകളുണ്ട്. ജാതി സാധനങ്ങളാണ് അതൊക്കെ. കണ്ടിരിക്കാം, തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണണം. ടോക്സിക്കാണ് എല്ലാ അർത്ഥത്തിലും. മൊത്തം ടോക്സിക്കാരി. ഈവൻ ഗീതു മോഹൻദാസ് പറഞ്ഞു വെച്ചിരിക്കുന്ന ശൈലിക്കും ഒരു ടോക്സിക്കാലിറ്റി ഉണ്ട്. പുള്ളിക്കാരിയുടെ ഇന്റൻഷൻസിനകത്തും ടോക്സിക്കാലിറ്റി ഉണ്ട്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഓണദിനം ആശംസിച്ചുകൊണ്ട് സൈനിങ് ഓഫ്. ഓക്കെ, സീ യു, ബൈ. ടീം ലിവിംഗ് കേരള ബൈ സിനിമക്കട. അല്ല, തെറ്റുപോയി. ടീം സിനിമക്കട
ബൈ ലിവിംഗ് കേരള. ലിവിംഗ് കേരള. ഓക്കെ ഫൈൻ. ഇനി തെറ്റ് വരത്തില്ല. ഓക്കെ, സൈനിങ് ഓഫ്. ബൈ.